പലപ്പോഴും പിന്നെ ഒരു 60-65% ആളുകൾക്കും തൃപ്തിയോടുകൂടിയല്ല ഭഗവാനെ കണ്ടുപോകുന്നത്. കാരണം ഇപ്പോൾ വെർട്ടിക്കലായിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, നേരെ അല്ലല്ലോ. അപ്പം നേരെ ഭഗവാനെ 18-ാം പടി കയറ്റി നേരെ നടയിൽ കൂടി തന്നെ നേരെ തൊഴിൽപ്പിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ആഗ്രഹം. പക്ഷേ വളരെ അവധാനതയോടുകൂടി മാത്രമേ നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ചില ചർച്ചകൾ വേണം. സർക്കാരുമായി ആലോചിക്കണം, കോടതിയുമായി ഒന്നുകൂടി ആലോചിക്കണം, തന്ത്രിയുമായി നമുക്ക് ആലോചിക്കണം. അങ്ങനെ വിവിധ ചർച്ചകളുടെ ഒരു ആരംഭം കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. സീസൺ കഴിഞ്ഞ ഉടനെ ചർച്ചകൾ പൂർത്തിയാക്കി കോടതിയിൽ നിന്നൊക്കെ ഒരു പെർമിഷൻ വാങ്ങി അതിന് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് നട തുറന്നു വന്നാൽ നേരെ തൊഴിൽപ്പിച്ച് വരുമ്പോൾ അവരിങ്ങോട്ട് തന്നെ ഒരുമിച്ച് തന്നെ ഈ വരവും പോക്കും ഒരു വഴിയിൽ കൂടി ആക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തൊരു എക്സിറ്റ് പാലം വേണ്ടി വരും. അപ്പുറത്ത് മാളികപ്പുറം വഴി എക്സിറ്റ് പാലത്തിൽ ബെയിലി പാലം ഉണ്ടല്ലോ, ആ ബെയിലി പാലത്തിൽ കൂടി കടന്നു പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് വേക്ക് ഇപ്പോൾ ഹൈപ്പവർ കമ്മിറ്റി നമ്മുടെ മാസ്റ്റർ പ്ലാനിൽ ഒരു പാലം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റീൽ പാലം 48 കോടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ബഡ്ജറ്റ്. അതിൽ ഒരു 10 കോടി ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ വയ്ക്കാൻ പോവുകയാണ്. മാസ്റ്റർ പ്ലാനിൽ 10 കോടി. പക്ഷെ 10 കോടി കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു ബെയിലി പാലമുണ്ട്. ആ ബെയിലി പാലം പണ്ട് നിങ്ങൾക്കറിയാം മിലിറ്ററി അത് നിർമ്മിച്ചതാണ്. അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം കൂടി ഒരു 1.25 കോടി രൂപ പെൻഡിങ് ഉണ്ടായിരുന്നു. അത് സർക്കാർ തന്നെ ദേവസ്വം ബോർഡിന് മുന്നിൽ അടച്ചു. ഇപ്പോൾ ആ ബെയിലി പാലം ഞങ്ങളുടേതാണ്. അതൊന്ന് പിന്നെ അതിനെ ഒന്ന് നവീകരിച്ച് ഈ കഴുത പാലമുണ്ട്, കഴുത വഴിയുണ്ടല്ലോ പഴയ, അതുവഴി നമുക്ക് ഒരു എക്സിറ്റ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ സംബന്ധിച്ചൊരു ചർച്ചയൊക്കെ വേണം. ചർച്ച നടത്തി അടുത്ത സീസണിന് ശേഷം, ഈ സീസണിന് ശേഷം അത് ഒരു മാസപൂജയ്ക്കും ഒക്കെ ട്രയലൊക്കെ നടത്തി വളരെ അവധാനത്തോടുകൂടി നടപ്പിലാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വേലിപ്പാലമുണ്ട്, വേലിപ്പാലം ഉണ്ടാവും. സ്റ്റീൽ പാലം വന്നാൽ സ്റ്റീൽ പാലം ഈ മാളികപ്പുറത്തുനിന്ന് വളരെ നേരെ അങ്ങോട്ടാണ് പോകുന്നത്, മുകളിൽ കൂടി, വളരെ മുകളിൽ കൂടിയാണ്. അതെ, ചന്ദ്രാനന്ദൻ റോഡിൽ ഏതാണ്ട് അങ്ങറ്റം വരെ ഈ കഴുത റോഡ് ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് പുറത്തേക്ക് ചെന്നെത്തുന്ന രീതിയിൽ. അത് പക്ഷേ വരുന്ന 2-3 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നേരെ തൊഴിക്കുന്നത് ആലോചിച്ചാൽ നമുക്ക് ഈ ബെയിലി പാലം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഞാൻ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ബെയിലി പാലത്തിൽ നിന്ന് ഇങ്ങനെ കയറുമ്പോഴാണ് കുത്തുകയറ്റം. അത് കുത്തുകയറ്റം പാടാണ്, എപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഈ ബെയിലി പാലത്തിൽ നിന്നും കഴുത നടന്നു വരുന്ന വഴിയുണ്ട്. അതിലൊരു 100-150 മീറ്റർ ദേവസ്വം ബോർഡിൻ്റെതാണ്, തെളിച്ചാൽ മതി. ചെറിയൊരു 50 മീറ്റർ അതിൽ വനം വകുപ്പിൻ്റെ ഉണ്ട്. അതിനൊക്കെ അതാണ് പറഞ്ഞത്, അതൊക്കെ ഒരു ചർച്ചകളിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ അവരോടൊക്കെ സംസാരിച്ചാൽ ഒരു ഗവൺമെൻറ് തീരുമാനം, സർക്കാർ തീരുമാനം വേണം, കോടതിയുടെ പെർമിഷൻ വേണം. അപ്പം അങ്ങനെ അതാണ് ഞാൻ ഈ അവധാനത്തിലൂടെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. വലിയ ഹൈറ്റിലായിരിക്കും അത്. മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ പ്രകാരമാണത്. 48 കോടിയാണ് ആ സ്റ്റീൽ പാലത്തിന് അവർ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ 10 കോടി രൂപ ഇപ്പോൾ വൈരുത്തുന്നു. അങ്ങനെ വന്നാൽ തൃപ്തിയോടുകൂടി ഭഗവാനെ തൊഴുത് പോകാൻ പറ്റും. കാരണം ഈ 18-ാം പടി കയറി വരുന്നത് 70 പേരില്ലേ, 70-80 പേരല്ലേ വരുള്ളൂ. ആ 80 പേരെ നേരിട്ട് തൊഴിപ്പിക്കുന്നതിന് പ്രയാസമില്ല. അവർ നേരെ മാളികപ്പുറത്തേക്ക് കടത്തി വിട്ടാൽ ഈ ഈ നമ്മുടെ ഈ അരമണ കൗണ്ടറൊക്കെ ആ ഭാഗത്തേക്ക് മാറ്റിയാൽ, അരവണയൊക്കെ മാറ്റി അവർ സുഖമായിട്ട് പാലം വഴി അങ്ങ് പോവും. വളരെ ദർശന സുഖമായി പോവും. അവർ വലിയ കൂട്ടിമുട്ടലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മാസ്റ്റർ പ്ലാൻ പറയുന്നത് അതാണ്. മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്.